വിഷ്വലൈസ് ഇറ്റ് ആൻഡ് യു വിൽ റിസീവ് ഇറ്റ് ഓർ സ്പീക്ക് ഇറ്റ് ഇൻ ടു എക്സിസ്റ്റൻസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ നമ്മളിൽ പലരും കണ്ടുവന്നൊരു ചോദ്യമാണ്, ഈസ് മാനിഫെസ്റ്റേഷൻ റിയൽ? ഇസ്ലാമിൽ മാനിഫെസ്റ്റേഷൻ നിലവിലുണ്ടോ എന്നൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്നാൽ? സൈക്കോളജിക്കലി നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ഉപയോഗപ്പെടുത്തി അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, അന ഇന്ദ വന്നി അബ്ദി ബി ഫല്യളുന്ന ബി മായശ. ഞാൻ എൻ്റെ അടിമയുടെ എന്നെക്കുറിച്ചുള്ള ധാരണക്കുപ്പമാണ്, അപ്പോഴവൻ എന്നെക്കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് ധരിക്കട്ടെ. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയും അല്ലാഹു തആല നമുക്കത് കൊണ്ടുവന്ന് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അല്ലാഹു തആല നമുക്കതിൽ ഖൈറുണ്ടെന്ന് ധരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടന്നേക്കുമെന്നാണ് ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയായ സഹാബിയെ സന്ദർശിക്കാൻ ചെല്ലുകയാണ്. സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയം രോഗിയെ ആശ്വസിപ്പിക്കാനായി ഇങ്ങനെ പറയാറുണ്ട്, ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. ഈ ഒരു രോഗം നിനക്കൊരു ബുദ്ധിമുട്ടുമല്ല, പകരം അള്ളാഹുവിൻ്റെ അടുത്ത് നിൻ്റെ രോഗങ്ങളിൽ നിന്നും നിൻ്റെ തെറ്റുകളിൽ നിന്നുമുള്ളൊരു മോചനം മാത്രമാണ്. ഇത്തവണയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആ സമയം ആ സഹാബി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ഇതൊരു അനുഗ്രഹമാണെന്നാണ്? ഒരിക്കലുമല്ല. ഒരു രോഗിയായ വൃദ്ധനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പനി മാത്രമാണിതെന്ന് ആ സഹാബി പറഞ്ഞു. ഉടനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഫനാം ഇദൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അധികം വൈകാതെ ആ സഹാബി മരണത്തിന് കീഴടങ്ങുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസാനത്തെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മിൽ നിന്നും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പൊതുവിലുള്ള വിശ്വാസപ്രകാരം മാനിഫെസ്റ്റേഷൻ എന്നാൽ നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ നമ്മിലേക്കത് കൊണ്ടുവന്ന് തരുമെന്നാണ്. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം മാനിഫെസ്റ്റേഷൻ എന്നാൽ അല്ലാഹു തആല നമ്മിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ്. ആദ്യം ഒരു കാര്യത്തിനായുള്ള ഉദ്ദേശ്യം നിയ്യത്തുണ്ടാവുകയും തുടർന്ന് ആ ഒരു കാര്യപ്രാപ്തിക്കായി പ്രാർത്ഥന നിർവഹിക്കുകയും ശേഷം അതിനായി പ്രവർത്തിക്കുകയും കൂടെ അള്ളാഹുവിലുള്ള സമ്പൂർണ്ണമായ വിശ്വാസം തവക്കുലും ഉണ്ടാവുന്നതോടുകൂടിയാണ് അത് പൂർണ്ണമാവുന്നത്.